ഏത് മൂഡ് ഓണം മൂഡ്, ഏത് മൂഡ് സദ്യ മൂഡ്. ശരിക്കും ഇത് സെറ്റപ്പാണല്ലേ. നമുക്ക് ഈ സദ്യ എന്ന് പറയുന്ന ഒരു ഐറ്റം ഓണത്തിൻ്റെ ഒരു ഫുൾ വൈബ് കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും ഓണം ഉണ്ടറിയണം എന്നാണ് പറയുന്നത്. വിഷു കണ്ടറിയണം, ഓണം ഉണ്ടറിയണം. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു ഗംഭീരൻ സദ്യയും കഴിച്ച് പിന്നെ കുറേ നേരം ഈ പാമ്പര വിഴിഞ്ഞ പോലെ ഒരു ഉറക്കം പോലത്തെ ഒരു അവസ്ഥ. നിർബന്ധമാണ് ഓണസദ്യ പായസം ഉറക്കം സീക്വൻസ് ആണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്? അത് ഒരു പക്ഷേ നമ്മളത് കഴിക്കുന്ന രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ, അതോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ശരിക്കും എന്താണ് ഓണസദ്യ എന്നുള്ളതും എങ്ങനെ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, അതെങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ഈ സദ്യ എന്നുള്ളത് ഈ വാഴയിലയും ഇങ്ങനത്തെ കുറച്ച് വിഭവങ്ങൾ പോലും അല്ല അല്ലേ. ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സദ്യ എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് വേർഡ് എന്നാണ്. ഇറ്റ് ഓൺലി മീൻസ് കമ്മ്യൂണൽ ഡൈനിങ്. അതായത് എല്ലാവരും ഒരേ മനസ്സോടെ നല്ല സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് എന്ത് കഴിച്ചാലും അതൊരു സദ്യയാണ്. ശരിക്കും ഒന്നോർത്ത് എന്ത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, നമ്മുടെ ആ ട്രഡീഷൻ കൾച്ചർ ഇതെല്ലാം ആരോഗ്യവും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് അതിനൊരു ഗംഭീര എക്സാമ്പിളാണ് സദ്യ. ഒന്ന് നമ്മളിരുന്ന് കഴിക്കുന്ന തന്നെ ഒരു തന്മന എന്ന് പറയുന്ന ഒരു ടേമില്ല, അതായത് നല്ല മനസ്സോടുകൂടി ആഹാരം കഴിക്കണം എന്നുള്ളത്. ആ ഒരു ഹാർമണിയും എല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭംഗിയും ശരിക്കും വീടുകളിലൊക്കെ അതാണ് അല്ലേ. ആയുർവേദത്തിൽ പറയുന്ന എറ്റിക്വിറ്റി ആണെങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ സദ്യ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. എക്സാക്ട്ലി. ശരിക്കും ഇത് ഒരു സദ്യയുടെ ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ അത് ഓണവുമായിട്ട് നമ്മുടെ ഒരു കണക്ട് ചെയ്യാനുള്ള റീസൺ ആ പഴയ ഒരു ചൊല്ലില്ലേ, അതായത് മറ്റേ താളും തകരയും 3 മാസം, ചേനയും ചേനയും ചേമ്പും 3 മാസം, ചക്കയും മാങ്ങയും 3 മാസം, പിന്നെ ഒരു 3 മാസം അങ്ങനെ ഇങ്ങനെയെന്നാണ് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് പലപ്പോഴും 3 എക്സ്ട്രീമിറ്റീസിനോടും ഒരു സാധാരണ ടൈമിനോടുമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ സീസണലായിട്ട് വരുന്ന 3 എക്സ്ട്രീമിറ്റീസ്. ഒന്ന് നല്ല മഴ, ഈ താളും തകരയും എന്നൊക്കെ പറയുന്നത് കൂടുതലും ലീഫി ഇലക്കറികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം നമ്മുടെ കയ്യിൽ സമൃദ്ധമായിട്ടുള്ള മറ്റ് സാധനങ്ങളില്ല, പത്തായമൊക്കെ ഒഴിഞ്ഞു തുടങ്ങി, പച്ചക്കറികൾ ഇല്ല, കാരണം നല്ല മഴയുള്ള ടൈമാണ്, പഞ്ഞമാസമാണ് ശരിക്കും. അപ്പോൾ ഈ ടൈമിൽ 10 ഇലക്കറികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. ഇത് ആയുർവേദിക്കലി നോക്കുവാണെങ്കിലും ശരിക്കും നമ്മുടെ ഡൈജഷനൊക്കെ ഭയങ്കര കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ഇത് കഴിഞ്ഞിട്ടാണ്, ഇത് ശരിക്കും ഇടവപ്പാതി മഴ തുടങ്ങും, ഇടവം മിഥുനം കർക്കിടക മാസമൊക്കെ അറിയാലോ. ഇതും കഴിഞ്ഞിട്ടാണ് പിന്നെ ചിങ്ങം പുലരണത്, അധികം വൈകാതെ ഓണം ആവുകയും ചെയ്യണം. അപ്പോൾ ആ പഞ്ഞമാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് വീണ്ടും മഴയൊക്കെ ഒഴിഞ്ഞ് ഹാർവെസ്റ്റിംഗ് നടക്കണം. അപ്പോൾ ഒരു റീപ്ലനിഷിങ് നടക്കുന്നുണ്ട് പ്രകൃതിയിലും നമ്മുടെ സ്റ്റോക്കിലും. ആ ഒരു കണക്ഷനാണ് ശരിക്കും ആ ഓണസദ്യ എത്ര സമൃദ്ധമാവാനും ഉള്ളൊരു മെയിൻ റീസൺ. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ വിളവെടുപ്പുന്ന ചേന, ചേമ്പ്, കാച്ചില് അല്ലെങ്കിൽ കായ ഇതുപോലുള്ളത് കൂടുതലുമാണ് നമ്മുടെ സദ്യകളിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. കോമൺലി ആ ശരിക്കും നല്ല ഒരുവിധം നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം സദ്യയിൽ വരുന്നുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ചില സാധനങ്ങൾ വരുന്നില്ല താനും. ഇപ്പൊ ഈ വെളുത്തുള്ളി, സവാള, ഉള്ളി അങ്ങനത്തെ സാധനങ്ങൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനത്തെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4-5 വിഭവങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 18ഉം 24ഉം ഒക്കെ വിഭവങ്ങളുണ്ട് സദ്യയിൽ. അപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ വരെ നടക്കുന്നുണ്ട്. 51, 52 അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിയാൽ കാണാൻ ഇതിന്റെ റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ എന്തിനാണ് ഒറിജിനലി പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നൊക്കെ. ഈ പച്ചക്കറികളായിക്കോട്ടെ, ഈ ചില നമ്മുടെ ദഹനം കൂട്ടുന്നതും ആസിഡ് സെക്രീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക രീതിയിലാണ് സദ്യ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. എനിക്ക് തോന്നുന്നു അത് സദ്യനെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ സദ്യനെ എങ്ങനെ പ്രോപ്പർലി കഴിക്കണം എന്നുള്ളൊരു പോയിന്റ് കിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് 1 by 1 ഒന്ന് നോക്കാം എന്തൊക്കെയാ ഈ നമ്മുടെ ഫ്രണ്ടിലുള്ളതെന്നുള്ളത്. അതും തന്നെ എന്താ പറയാ, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന സ്റ്റീല് അല്ലെങ്കിൽ മറ്റു പ്ലേറ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വാഴയില തന്നെ ഉപയോഗിച്ച് സദ്യ കഴിക്കണം. അതാണ് പ്രൈം പോയിന്റ്. വാഴയിലാണ് വൈബ് ശരിക്കും അല്ലേ. സദ്യ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലെ പറ്റില്ല. വാഴയില അതിന് ഒരു ലൈക്ക് മെഡിക്കൽ റെലവൻസും ഉണ്ടെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഭോജന കുതൂഹലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇതില്
ഈ പല പല പ്ലേറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഓരോ ടൈപ്പ് പാത്രങ്ങളിൽ കഴിക്കുമ്പോൾ എന്താണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ ഉള്ളത്. അതിൽ വാഴല എടുത്ത് പറയുന്നുണ്ട്. അതിന് ഒരു പ്രോപ്പർട്ടി പറയുന്നത് രുചി എന്ന് പറയുന്നത് ടേസ്റ്റ് എൻഹാൻസിങ് ആണ് വാഴല ആസ് സച്ച്. ഇത് ബെല്യം എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഇത് സ്ട്രെങ്തനിങ് ആണ്. അത് ബെല്യം എന്നുള്ളത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടും എടുക്കാം, ബോഡി സ്ട്രെങ്ത് കൂട്ടുന്നതായിട്ടും എടുക്കാം. വിഷഹര പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേറ്റ് വേറെ ഏതാണെന്നുള്ളൊരു സംശയം ഉണ്ടാകും. ഇത് ഈ ചൂടോടെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ പോളിഫിനോൾസും ഫൈറ്റോ കെമിക്കൽസ് ഒക്കെ ഈ വാഴ ഇലയെന്നും റിലീസ് ചെയ്ത് അത് നമ്മുടെ ഒരു ഡയറ്റിന്റെ ഭാഗമാവുന്നു. ഒരു ഹെൽത്തി മീലിലേക്ക് ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലിന് വളരെ അതിൻ്റെ ഒരു ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേറ്റും കൂടി എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത്. വാഴല ആക്ച്വലി ഈ ഇൻഫാക്ട് അതിൻ്റെ അകത്ത് കുറേ കൾച്ചറൽ കണക്ഷൻസും ഉണ്ട്. തിയററ്റിക്കലി പറയുന്നു, നമ്മള് ഇല വെള്ളം തളിച്ച് വൃത്തിയാക്കിയ ഇലയാണെങ്കിൽ പോലും ഒരു ചടങ്ങ് പോലെ നമ്മൾ വെള്ളം തളിച്ച് തുടച്ച് വേണം അത് വൃത്തി എന്നുള്ളൊരു ഇത് വരുത്തിക്കാൻ. പിന്നെ കഴിച്ച അവസാനവും പറയുന്നുണ്ട്, നമ്മുടെ സംതൃപ്തിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇല മടക്കുന്നത്, നമ്മളിലേക്ക് നമ്മുടെ അടുത്തേക്ക് മടക്കുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഇനി ഇതേപോലെയുള്ള ഒരു സദ്യ വേണം എന്നുള്ളതും, എന്നാൽ തിരിച്ചു മടക്കി കഴിഞ്ഞാൽ എനിക്ക് അത്ര പോരാ, ഇതിൽ നല്ലതാവാന്നുള്ള രീതിയിൽ പറയാതെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് പാചകക്കാരനോട് ഇനി ഇംപ്രൂവ് ചെയ്യാൻ. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ സദ്യകളിലൊക്കെ കാണുന്നത് എല്ലാവരും അങ്ങോട്ടേക്കാണ് മടക്കുന്നത്, എഗെയിൻസ്റ്റ് യുവർ ഹാർട്ട്. അത് രണ്ട് റീസൺ ആണ്. ഒന്ന് ഇവർക്ക് അറിയണ്ടാവില്ല, അപ്പൊ ഇവൻ തൃപ്തിയാണെങ്കിൽ പോലും അവർ അങ്ങനെ മടക്കും. രണ്ടാമത്തെ ഒരു റീസൺ അത് ഈ സദ്യയുടെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടും കണക്റ്റഡ് ആണ്. പലപ്പോഴും ഇവരങ്ങ് വിളമ്പി പോയിട്ടൊക്കെ ആയിരിക്കും ആളുകൾ വരിക. അപ്പോൾ എത്ര വേണമെന്ന് ചോദിക്കാനുള്ള സാവകാശമൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. അതുമാത്രമല്ല സദ്യയിൽ ഒരുപാട് വിളമ്പണം എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ട്. അപ്പം മിക്കവാറും ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച് മനസ്സ് നിറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടാവും ഇലയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് മടക്കിയാൽ നമ്മുടെ മേത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് എഴുതിയിട്ടാണ് എല്ലാവരും അങ്ങോട്ട് മടക്കുന്നത്. അപ്പോൾ അതിനും ഒരു നല്ല റെലവൻസ് ഉണ്ടെന്നുള്ളതാണ്. മറ്റ് സാധനങ്ങളുടെ എനിക്ക് തോന്നുന്നു ആ സീക്വൻസിൽ തന്നെ നമുക്കൊന്ന് നോക്കി പോവാം അല്ലേ. ഇതില് നമ്മൾക്ക് ഉപ്പുണ്ട്, പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി ഉണ്ട്, പപ്പടം, പഴം, പിന്നെ അച്ചാർ കൂട്ടങ്ങളുണ്ട്. അച്ചാർ കൂട്ടങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഇഞ്ചിക്കറി. യെസ്. ഓക്കെ, ഇത് ഈ ഒരു സീക്വൻസിൽ തന്നെ നമുക്കൊന്ന് ഫുള്ള് നോക്കാം, എന്നിട്ട് നമുക്ക് 1 by 1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ഓലനുണ്ട്, പിന്നെ നമ്മൾ തോരൻ ക്യാബേജ് ആകാം, ക്യാരറ്റ് ആകാം. ഇപ്പൊ പുതിയതായിട്ട് എല്ലാവരും ക്യാബേജും ക്യാരറ്റൊക്കെയാണ്, അതല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ എന്താ അപ്പോഴത്തെ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അനുസരിച്ചിട്ടുള്ള ഒരു തോരൻ കൂട്ടം വെക്കുന്നു. പിന്നെ പച്ചടി, നമ്മൾ പച്ചടി കിച്ചടി അവിയൽ എന്ന് പറയുന്ന പോലെ ഒരു മധുരക്കൂട്ടാനായിട്ട് പച്ചടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബീട്രൂട്ടോ അപ്പോഴത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. അതെ. പിന്നെ കിച്ചടി, ഇച്ചിരി കയ്പേറിയിട്ട് വെണ്ടയ്ക്കയോ പാവയ്ക്കോ വെച്ചിട്ടുള്ള ഒരു കിച്ചടി. പിന്നെ കാളൻ, അത് പല നാട്ടിൽ ചിലയിടത്ത് കാളൻ, ചിലയിടത്ത് അത് പുളിശ്ശേരി ആയിട്ടും കാളൻ, അങ്ങനെ കുറുക്ക് കാളനും നീളമുള്ള കാളൻ, അങ്ങനെ അതെ ഒരു വിഭവം. പിന്നെ അതിനുശേഷം അവിയൽ, ഇത് വെജിറ്റബിൾ റിച്ച് ആയിട്ടുള്ള സാധനം. പിന്നെ കൂട്ടുകറി ആകാം, ചിലയിടത്ത് എരിശ്ശേരി ആയിട്ടും വിളമ്പാറുണ്ട്. പിന്നെ ഒഴിച്ചുകറികളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ പ്രധാനമായിട്ട് നെയ്യും, ചിലയിടത്ത് പരിപ്പ് കൂടെ വിളമ്പാറുണ്ട്. അതെ, നെയ്യും പരിപ്പും ചിലയിടത്ത് വിളമ്പാറുണ്ട്. പിന്നെ സാമ്പാർ വരുന്നു. അതിന് ശേഷം ഇതൊരു ഓർഡർ ഉണ്ട്, എന്നാൽ പോലും സാമ്പാറിന് ശേഷം പിന്നെ ചിലയിടത്ത് പുളിശ്ശേരി ഉണ്ട്, രസം, മോര്. മോരിന് മുന്നായിട്ട് പായസം പ്രധാനമാണല്ലോ. രണ്ട് കൂട്ടം പായസമാണ്. ഇപ്പൊ 2 കഴിഞ്ഞ് 3, 4 പോകാറുണ്ട് ചിലയിടത്ത്. അപ്പൊ പായസത്തിന് ശേഷം മോര് കൂട്ടി അവസാനിപ്പിക്കുന്ന രീതി. വണ്ടർഫുൾ. സത്യം പറഞ്ഞാൽ ഇത് ഫുഡ് ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഈ ഓർഡറിന് ആക്ച്വലി നല്ല റെലവൻസ് ആണ്. ഒന്ന് ഒരു സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടാൽ അറിയാം, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കേണ്ട സാധനങ്ങൾ ഈ നാക്കലയുടെ ഈ ഇല ഇടത്തെ വശത്ത് വേണം നാക്ക് വരാൻ എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പേസ് കുറവായിരിക്കും. അതുപോലെ തന്നെ കുറച്ചെടുത്ത് കഴിക്കേണ്ട സാധനങ്ങൾ ഈ അറ്റത്തേക്ക് വരുന്നുണ്ട്. പയ്യങ്ങ് ചെല്ലും തോറും കോംപ്ലക്സ് കാർബ്സ് ആണ്. ഇങ്ങ് ചെല്ലും തോറും കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കണം. ഇവിടെയൊക്കെ ധാരാളം ക്വാണ്ടിറ്റിയിൽ കഴിക്കേണ്ട ഈ അവിയലും കൂട്ടുകറിയൊക്കെ അതൊക്കെ പ്രോട്ടീൻ്റെ സ്റ്റോർ ഹൗസുകളാണ്. പിന്നെ ഈ പറഞ്ഞ ചോറും സാമ്പാർ കറികളിലൊക്കെ വരണം. ഇത് തന്നെയല്ലേ ശരിക്കും ആയുർവേദത്തിന്റെ ഒരു സീക്വൻസും? അതെ, ആയുർവേദത്തിൽ നല്ല വൃത്തിക്ക് തന്നെ രസം എങ്ങനെ കഴിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. അതെ, പൂർവ്വ മധുരമശ്നീയ എന്ന് പറയുന്നത്, അതായത് മധുരരസം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ലേ. ശരിക്കും അതിന് ഒരു നമ്മുടെ ബർത്ത് തൊട്ടേ റെലവൻസ് ഉണ്ട്. നമ്മൾ മധുരരസം എന്ന് പറയുന്നത് വി ആർ യൂസ്ഡ് വിത്ത് ഫ്രം ബർത്ത്. അപ്പോൾ ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അവിടെ വേറൊരു ചലഞ്ച് ഉണ്ട്. നമ്മൾ ഇപ്പോൾ പായസം വെച്ച് സ്റ്റാർട്ട് ചെയ്തോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡൈജഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മധുരവും ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം
ദഹനത്തെ എഫക്ട് ചെയ്യാനും പാടില്ല. നമ്മൾ പറയുന്നത് ഇപ്പം സദ്യ ഇപ്പോഴത്തെ കാലത്ത് AC റൂമുകളിലൊക്കെ വിളമ്പുന്നത്, പക്ഷെ അതല്ല, നമ്മളെപ്പോഴും ചൂടത്തിരുന്ന് ആ ചൂട് സദ്യ കഴിക്കുന്നതിന്റെ എഫക്ട് നമുക്കൊരു AC റൂമിൽ കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോൾ ഈ പുളിയിഞ്ചി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പുളിയിഞ്ചിനെ പറയുന്നത് ഇപ്പം ആയുർവേദത്തിലാണെങ്കിൽ പറയും നമ്മൾ ആദ്യം പ്രഥമമായിട്ട് കഴിക്കേണ്ടത് ഇഞ്ചിയും ഉപ്പും കൂട്ടിയാന്നുള്ളത് പറയും. അപ്പൊ നമ്മുടെ അഗ്നിനെ കൂട്ടും, നമ്മുടെ നാവും തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി കഴിക്കാൻ പോണ വിഭവസമൃദ്ധത്തിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ വായൊക്കെ ഒന്ന് പല്ല് വെക്കുന്ന പോലെ അല്ലല്ലോ, അപ്പൊ ആ ഒരു ക്ലെൻസിങ് കിട്ടുക എന്നുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഈ ഇഞ്ചിക്കറി പുളിയിഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെസ്സഞ്ചറും കൂടിയാണ് അല്ലേ. അതായത് ഫുഡ് വരുന്നുണ്ട് കേട്ടോ എന്ന് നമ്മുടെ ബാക്കിയുള്ള അന്നനാളത്തിനെ അറിയിക്കുന്ന പോലത്തെ ഒരു സാധനം കൂടിയാണ്, അതിനെ റെഡിയാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഒരു പക്ഷെ അതുകൊണ്ടും കൂടി ആയിരിക്കണം നമ്മളിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു മധുരം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന് ഈ ശർക്കര വരട്ടിയൊക്കെ വെക്കുന്നതുകൊണ്ടാണ്. മധുരമാണ് അറ്റ് ദ സെയിം ടൈം ഇഞ്ചി. നമ്മൾ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇഞ്ചി ഇല്ലാത്ത സദ്യ ഇല്ല. അപ്പോൾ ആ ഒരു ഈ മധുരവും ചെല്ലണം എന്നാൽ ദഹനവും എഫക്ട് ചെയ്യരുന്നുള്ള രീതിയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഈ പുളിയിഞ്ചിയും ഇതൊക്കെ അതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഒരു പക്ഷേ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ഈ കല്യാണ സദ്യകൾ പോട്ടെ, ഓണസദ്യ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കട്ടല്ലേ. രാവിലെ കുറെ കളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ആക്റ്റീവ് ആയിരിക്കും, സ്മെല്ലടിക്കും. അതായത് ഇതിന്റെ ഓർമ്മ തന്നെ ശരിക്കും ദഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ്. ലൈക്ക് ദ മൊമെന്റ് വി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് സദ്യ, ദഹനം സ്റ്റാർട്ട് ചെയ്തു. ഐ മീൻ ഫുഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബോഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെലവേഷൻ. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അതൊരു അനുഭവം തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ 1 by 1 വിളമ്പി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെക്കും എടുത്ത് കഴിക്കും, അങ്ങനത്തെ ഒരു മോഡലാണ്. ഉപ്പേരിയും ശർക്കരയാണ് ആ കാറ്റഗറി പെടുന്നത്. അപ്പോ അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത് കണ്ട്, അതായത് നമ്മുടെ 5 സെൻസുകൾ കൊണ്ട് നമ്മൾ സദ്യ അറിയണം എന്നുള്ളതാണ്. 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ അതിനെപ്പറ്റി സ്മെല്ല് ചെയ്ത് കണ്ട് കൈ കൊണ്ട് കഴിച്ചത് അല്ലേ. ഇപ്പൊ ഈ നമ്മൾ ഓണം ഈ സദ്യ പ്ലേറ്റിൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പൂൺ വെച്ച് കഴിക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ആ കൈ ശരിക്കും നമ്മൾ അതിന്റെ ടെക്സ്ചറൊക്കെ മനസ്സിലാക്കി, ടെമ്പറേച്ചർ മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ വളരെ ഫൈൻ സെൻസേഴ്സ് ഉള്ള നമ്മുടെ ഫിംഗർ ടിപ്സ് അല്ല. ഇതൊക്കെ അതിനനുസരിച്ചുള്ള മെസ്സേജിങ് നമ്മുടെ ബ്രെയിനിനോട് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുമാത്രം സലയോ വരണം, എന്തുമാത്രം ഡൈജസ്റ്റീവ് ജ്യൂസുകൾ വരണം. അപ്പോൾ അത്രയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നുള്ളതാണ്. ശരിക്കും ആ മധുരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് കിട്ടി. പിന്നെ ഈ പറയുന്ന അമ്ല കടുരസങ്ങളാണ്, അതിനകത്താണ് ഈ അച്ചാറൊക്കെ വരുന്നത് അല്ലേ. അതെ, അച്ചാറും പിന്നെ അതേപോലെ ഓലൻ സത്യം പറഞ്ഞ ഒരു ബാലൻസ് ആണ്. ഇത് ഈ ബാലൻസ് മറ്റേ ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നല്ല പാചകക്കാരന്റെ ഒരു ക്വാളിറ്റി അറിയണമെങ്കിൽ അയാളുടെ ഓലൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. വെള്ളമായിട്ടും പോവാം, ചിലപ്പോൾ ഒരു വികാരം ഇല്ലാതെ വരും, എന്നാൽ അതിനൊരു എന്താ പറയാ ഉപ്പ് അങ്ങനെ ഉപ്പ് വരവ് കൂടി നിൽക്കുന്ന ഒരു സാധനവുമല്ല, എന്നാൽ അതൊരു ഭയങ്കര ഒരു ബാലൻസ് ചെയ്യുന്ന നമുക്കൊരു ക്ലെൻസിങ് തരുന്ന ഒരു സാധനമാണ്. ന്യൂട്രൽ ആയിരിക്കണം. ശരിക്കും ഓലന് ടേസ്റ്റ് പാടില്ല. ഇത് ശരിക്കും നമ്മുടെ ഈ അമ്ളം കടുരസങ്ങൾ വന്നു, അച്ചാറ്, പുളിയിഞ്ചി. അപ്പം നമ്മൾ മധുരത്തിൽ സ്റ്റാർട്ട് ചെയ്തു, പുളി, എരിവ്, അങ്ങനെ പോയിട്ട് ഈ ബിറ്റർ ടേസ്റ്റിലേക്ക് വരുമ്പോൾ, ബിറ്ററിന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തിക്തഹ സ്വയം അരോജിഷ്ണു എന്നാണ്. അതായത് ബിറ്റർ ടേസ്റ്റിന് ടേസ്റ്റ് ഇല്ലെങ്കിലും അത് മറ്റുള്ള ടേസ്റ്റുകളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഓലൻ ശരിക്കും ന്യൂട്രൽ ആക്കി കീപ്പ് ചെയ്യുന്നത് ഡെലിബറേറ്റ്ലി ആണ്. നമ്മളത് കഴിച്ച് ഇതിനെന്തോ രുചിയില്ലാത്തെന്നുള്ളത്. അത് മറ്റ് കറികളും ഫ്ലേവേഴ്സും അങ്ങ് വന്ന് കുറച്ച് കഴിയുമ്പോൾ നാക്ക് ഡീസെൻസിറ്റൈസ്ഡ് ആവും. ആ മൊമെന്റിലൊക്കെയാണ് ശരിക്കും ഓലൻ നമ്മൾ എടുത്ത് ആ ഒരു ന്യൂട്രൽ ടേസ്റ്റ് വരിക. അതുപോലെ തന്നെ ഈ ഒരുപാട് സാധനങ്ങൾക്ക് ഒരു അസിഡിക് നേച്ചറും ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ ഈ ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ ഒരു അസിഡിറ്റി ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓലനിൽ ഈ പറഞ്ഞ ഒരു ആൽക്കലൈൻ നേച്ചർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ചേരുന്ന കുമ്പളങ്ങയൊക്കെ വരുന്നതല്ലേ. അപ്പൊ ഒരു ആൽക്കലൈൻ നേച്ചറാണ്. തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാലൻസറാണ് ശരിക്കും ഓലൻ അതിൻ്റെ അകത്ത് വരുന്നത്. ചിലപ്പോൾ ഈ ഓർഡർ ഓരോ നാടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് എങ്ങും എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ന്യൂട്രൽ കറിയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ നമുക്ക് വരുന്നത്? പിന്നെ നമുക്ക് തോരനാണ്. ചിലയിടത്ത്
നമ്മൾ മെഴുക്കുരുട്ടി എന്നുള്ള രൂപത്തിൽ വരും. ചിലടത്ത് ഉപ്പേരി എന്ന് പറയും, ചിലർ തോരനായിട്ട് തന്നെ വെക്കുന്ന തേങ്ങ കൂട്ടുന്ന എടുക്കുന്ന സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഇത്. ചിലപ്പോൾ ക്യാബേജ് ആണ്, ചിലപ്പോൾ പച്ചക്കറി ഏതും പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള പച്ചക്കറികളെല്ലാം തന്നെ തോരൻ ഉപയോഗിക്കാം. ചിലപ്പം ചീര ഇലക്കറികളാവും, പക്ഷെ എല്ലാം നമ്മൾ കർക്കിടകത്തിൽ ഒഴിഞ്ഞു വെക്കുന്നതുകൊണ്ട് പിന്നെ ഇലക്കറികളിലേക്ക് പോകാറില്ല. അപ്പൊ കുറച്ചുകൂടെ നല്ല ക്യാരറ്റോ ക്യാബേജോ അല്ലെങ്കിൽ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ, പയറ് ഒക്കെയാണ് കൂടുതലും തോരൻ ഇതിൽ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രയോറിറ്റി വരുന്നത് കൂടുതലും പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ളത് കോംപ്ലക്സ് കാർബ്സ് ഉള്ള സാധനങ്ങളിലേക്കാണ്. ഇതും ഈ പറഞ്ഞ നമ്മുടെ ആ എറ്റിക്കറ്റായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതായത് ആഹാരം എന്ന് പറയുന്നത് ഷഡ്രസം മധുരപ്രായം, അതായത് എല്ലാ 6 ടേസ്റ്റും ഉണ്ടായിരിക്കണം, അത് പ്രിഡോമിനന്റ്ലി മധുരരസമായിരിക്കും. ഇതിനെ വേണമെങ്കിൽ ഒരു മോഡേൺ ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസം മീൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ പ്ലേറ്റ് 4 ഡിവൈഡ് ചെയ്യണം, കളർഫുൾ ആയിരിക്കണം എന്നൊക്കെ. ഇതിലും കൂടുതൽ കളർ നമുക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും അല്ലേ? അത് ആ ഒരു ബാലൻസിങ് നമുക്ക് ആ നോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ തോരൻ തൊട്ട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഈ പ്ലാന്റ് പ്രോട്ടീൻസും മറ്റുമൊക്കെ ചെല്ലുന്ന സാധനങ്ങളാണ്. ഡിപ്പെൻഡിങ് ഓൺ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ അതിനനുസരിച്ച്. അപ്പോൾ തോരൻ്റെ സീരീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ പച്ചടി കിച്ചടിയിലേക്ക് വരുന്നു. പച്ചടി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ മധുരപ്പച്ചടിയാണ്. ചില ഇതില് മത്തങ്ങ പച്ചടി അല്ലെങ്കിൽ കുമ്പളങ്ങ അങ്ങനെ പല രീതിയിൽ എടുക്കാറുണ്ട്. ചിലടത്ത് ഏത്തപ്പഴം ഉണ്ടാക്കാറുണ്ട് പച്ചടിയായിട്ട്. പഴുത്ത ഏത്തപ്പഴം, ഒരുപാട് പഴുത്ത പഴമല്ല, ഒരു മീഡിയം പഴുത്ത പഴം വെച്ചിട്ട് ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ കിച്ചടിയിലേക്ക് വരുമ്പോൾ ഇത്തിരി കൈപ്പരസം വരട്ടെ, ആ ഒരു ഇതിലേക്കായി നമ്മൾ ഇനിയും ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ അടുത്ത കൈപ്പരസത്തിലേക്ക് വരുന്ന പോലെ പാവയ്ക്ക. അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പച്ചടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മധുരിപ്പ് ഉണ്ടാവും, എന്നാൽ നേരെ വേവിച്ചെടുക്കുമായിരിക്കും. എല്ലാത്തിലും തേങ്ങാരപ്പ് ഉണ്ടാവും, എന്നാൽ പോലും വേവിച്ചെടുക്കുന്നതായിരിക്കും. കിച്ചടി ആകുമ്പോഴത്തേക്ക് വറവല അവിടെ നിർബന്ധമാണ്. അപ്പം ഇപ്പൊ പാവയ്ക്ക ആയിക്കോട്ടെ വെണ്ടയ്ക്ക ആയിക്കോട്ടെ, അത് വറുത്തിട്ട് തൈര് അരപ്പ് കോമ്പിനേഷൻ വരുന്ന പോലെയാണ്. ഒരു ട്രാൻസിഷനിങ് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അതായത് ഇവിടെയൊക്കെ ഈ ആ ടേസ്റ്റിന്റെ മധുരം കൂടി വെക്കുമ്പോൾ ഈ പച്ചടിന്ന് പയ്യെ മറ്റു ടേസ്റ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ കിച്ചടി എത്തുമ്പോഴത്തേക്കും ഓയിൽ കണ്ടന്റ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഈ ആദ്യമുള്ള കറികളിൽ പിന്നീട് വരുന്ന കറികളുടെ അത്രയും എണ്ണ ഇല്ല. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഓയിൽ കണ്ടന്റും പയ്യെ കൂട്ടി വരണം, പിന്നെ ബാക്കി രസങ്ങളും കൂടെ കയറി വരികയാണ്. അപ്പൊ അങ്ങനെ പയ്യെ മധുരത്തെ കുറച്ച് ഈ പറഞ്ഞ കടുതിക്ത രസങ്ങളിലേക്ക് മുന്നോട്ട് പോകണം അല്ലേ. പിന്നെ നമുക്ക് തൈര് ചേർക്കുന്ന കാളനൊക്കെ വരുമ്പോഴാണ് നമുക്ക് തൈര് നിർബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നേരെ തൈര് കഴിക്കുന്നത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ തൈര് ചിലയിടത്ത് പുളിശ്ശേരി ആയിട്ടായിരിക്കും, ചിലപ്പോൾ മാമ്പഴ പുളിശ്ശേരി ആകാം, അതല്ലെങ്കിൽ കാളൻ തന്നെ ചിലർക്ക് നീട്ടി വെക്കുന്നുണ്ട്, ചിലർക്ക് കുറുക്ക് കാളനുണ്ട്, കുറുകിയ കാളനാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ ചേന ചേർക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഏത്തക്കായ ചേർക്കുന്നുണ്ടാകും. അങ്ങനെ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്തിട്ട് കുറുക്കിയെടുത്ത കാളൻ. അപ്പൊ മോരെന്ന് വെച്ചാലും, എന്നാൽ അതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും തൈരും തേങ്ങ ചേർത്ത് അരപ്പുണ്ടെങ്കിലും കുരുമുളക് അതിലൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അവിടെ അത് ബാലൻസിങ് കൊണ്ടുവരുന്നത് നമുക്കറിയാം. കുരുമുളകിന്റെ ആയുർവേദക്കാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ കുരുമുളകിന്റെ ആ ഇമ്പോർട്ടൻസ് ഭയങ്കരതാണ്. നമുക്ക് കുരുമുളകില്ലാതെ എപ്പോഴും കുറുക്ക് കാണാനും കുരുമുളകിന് ഒരു വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്, ആ ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ. നമ്മൾ ഉഷ്ണരസത്തിലേക്ക് കയറുക. പിന്നെ ഈ തൈരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ തൈര് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് നോംസ് പറയുന്നുണ്ട്. അതായത് രാത്രി കഴിക്കരുത്, ചെറുപയറോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ പൾസസ് ചേർക്കാതെ കഴിക്കരുത്, അങ്ങനെ കുറേ നോംസ് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ കാളന്റെ ഒരു ഫോമിലേക്ക് വരുമ്പോൾ തൈരിനെ ഓൾറെഡി കുറച്ച് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല ഇത് നല്ല പ്രോബയോട്ടിക്സ് ആണ് ഈ തൈര് ചേർത്ത് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ടേസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു, ഡൈജഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി ലോവർ ഗട്ടിന്റെ ഫോക്കസിലേക്ക് നീങ്ങുകയാണ്. ഇത് ഭക്ഷണം വിശപ്പടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരു ലോങ് ടേം ഹെൽത്തിലേക്കും കൂടി വരേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ ക്യാരി ചെയ്യുന്ന മറ്റ് നമ്മുടെ ബോഡി റെന്റിനെടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഗട്ട് മൈക്രോബയോം എന്ന് പറയും, അവരാണ് ഒരുപക്ഷെ നമ്മളെ റൂൾ ചെയ്യുന്നതും. അപ്പോൾ അവരെയും തൃപ്തിപ്പെടുത്താനുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ എറ്റിക്കറ്റിലൊരു ഇൻട്രസ്റ്റിംഗ് വരിയുണ്ട്, ഈ പ്രത്യവേക്ഷ തിരശ്ചേവി പ്രതിപന്ന പരിഗ്രഹം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കെയറിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ പെറ്റ് ആനിമൽസ് ആവാം, നമ്മുടെ കൂടെ അതായത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാവാം. അപ്പോൾ ഇവരെല്ലാം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കുറേ കൂടി ഒരു മാക്രോസ്കോപ്പിക് വേർഷനാണിത്. പിന്നെ അവിയൽ അല്ലേ,
വെജിറ്റബിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതെ, കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ അവിയലിന്റെ കേസിൽ അവിയലിന്റെ വേവിപ്പിക്കുക ചെയ്യുന്നത് നമ്മള്. ഈ ആവിയിൽ അവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ നമ്മൾ ഒരുപാട് എന്താ പറയാ ഫ്രൈ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ഇല്ല. കുറെ കൂടെ ഹെൽത്തി ഓപ്ഷൻസ് ആണ്. ഈ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പറയും അവിയൽ എടുക്കുന്നത് നല്ലതാ, തേങ്ങ ഉറച്ചിട്ട് അവിയൽ കൂടുതലും കഴിക്കണം. കാരണം അത്രയും വെജിറ്റബിൾ നമ്മൾ വേറെ ആഡ് ചെയ്യുന്നൊരു വെജിറ്റേറിയൻ ഡിഷ് ഇല്ല വേറെ. നല്ല കംഫർട്ട് ഫുഡാണ് ആക്ച്വലി. അവിയലിനൊരു നല്ലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. ഈ ഭീമന്റെ ഒരു കഥയൊക്കെ ഇല്ലേ, അത് ഈ മഹാഭാരതത്തിൽ പറയുന്നത് ഇവര് ഒരു കുറച്ചുനാൾ അജ്ഞാതവാസക്കാലത്ത് ഭീമൻ ഒരു കുക്കായിട്ടൊരു സ്ഥലത്തുണ്ടായിരുന്നു. ഒരു കുക്കായിട്ട് വിരാട ദേശത്ത് ഒരു മാസ്റ്റർ ഷെഫിന്റെ ഡിസ്ഗൈസിലാണ് കുറെ നാൾ ഒരു വല്ലഭൻ എന്നൊക്കെ പറഞ്ഞ പേര്. അപ്പോൾ ഒരിക്കൽ അവിടുത്തെ ഈ രാജാവിനൊരു വലിയ ബാങ്കറ്റ് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാ വിഭവങ്ങളും റെഡിയാണ്, പക്ഷെ ഇങ്ങനെ ആക്ച്വലി കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്നൊരു ധാരണയില്ല. കുറെ നേരം അടുക്കളയിൽ കിടന്ന് ചുറ്റി തിരിഞ്ഞിട്ട് അവസാനം എല്ലാ പച്ചക്കറികളും കൂടി എടുത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു. വൻ ഹിറ്റായി. അപ്പൊ ഈ അവിയലിന് ആക്ച്വലി ഭീമനാണ് അതിന്റെ ലെഗസി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അവിയൽ ഫോർ യു. കൂട്ടുകറി പിന്നെ ഈ പറഞ്ഞ പോലെ പൾസും കടലൊക്കെ ചേർന്ന് നല്ല ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ പ്രോട്ടീൻ ഇല്ലാത്ത പരിപാടി ഇല്ല. അതെ, പ്രോട്ടീൻ സെൻട്രിക് ആണ് ആക്ച്വലി. നല്ല കോംപ്ലക്സ് പ്രോട്ടീൻസും ആണ്, നല്ല ഫില്ലിങ്ങും ആണ്. പിന്നെ എനിക്ക് കൂട്ടുകറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്പൈസിനൊക്കെ കുറച്ച് ലോഡിങ് കൂടുതലുണ്ട്. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇതുവരെ നമ്മൾ നോക്കിയാൽ അറിയാം സദ്യ ഭയങ്കര കസ്റ്റമൈസബിൾ ആണ്. അതായത് ഒറിജിനലി എല്ലാ സാധനങ്ങളും ബ്ലാൻഡ് ആയിരിക്കും. അത്ര ഭയങ്കര എരിവെന്നോ നമ്മളിങ്ങനെ എല്ലാം കഴിച്ച് വലിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉപ്പും അതുപോലെ കുറച്ച് ചിപ്സും അച്ചാറും കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ. പിന്നെ താളിക്കലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മുളകിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുത്ത് സ്പൈസ് കൂട്ടാലോ. കൂട്ടുകറിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇൻഹറൻ്റ്ലി കുറച്ച് സ്പൈസസ് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ കളർ സെറ്റ് കഴിഞ്ഞാൽ അത് എന്ത് ഭംഗിയായിട്ട് അതെന്ന് വെച്ചാൽ ഈ ഇലയുടെ ഒരു ഹാഫിലാണ് കൂടുതലും കറികളൊക്കെ വിളമ്പുന്നത്. പലപ്പോഴും ഈ നമ്മൾ ആഹാരം മെയിൻ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് വൺ ഓഫ് ദ ലാസ്റ്റ് തിങ്സ് ടു ആഡ് ഇസ് ഘീ. പക്ഷെ കഴിച്ച് തുടങ്ങുമ്പോൾ നെയ്യ് കൂട്ടി തന്നെ ആദ്യം കഴിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പരിപ്പ് ആഡ് ചെയ്യും, പക്ഷെ പലപ്പോഴും പരിപ്പ് കറിയും കൂടെ വരാറുണ്ട്. പരിപ്പ് ഒഴിച്ച് അതിൽ നെയ്യ് ഒഴിച്ച്. ഇപ്പം ഈ പരിപ്പ് നെയ്യ് അതും ഈ തിയറിയോട് മാച്ചിങ് ആണ്. നമ്മളെ ആഹാരം എപ്പോഴും സ്നിഗ്ധമായിരിക്കണം എന്ന് പറയുന്നത്. ആ ഒരു സ്നിഗ്ധം എന്നുള്ളത് ഓയിലിനെസ് തന്നെ ആവണമെന്നില്ല. ആ ഒരു നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അസിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മീഡിയം, ആ ഒരു ഫാറ്റ് മീഡിയം, അതിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള നെയ്യാണ്. നെയ്യ് കാരണം ഡൈജസ്റ്റിനെ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് കൂടി. അപ്പോൾ ആ നെയ്യ് ഒഴിച്ചാണ് നമ്മൾ കഴിച്ച് തുടങ്ങുന്നത് ആ ഒരു സ്നിഗ്ധ മീഡിയത്തിൽ. പിന്നെ നമ്മൾ പറയും ഇപ്പം സദ്യയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു സദ്യ കഴിക്കാൻ പോകണേ രാവിലെയൊക്കെ കുറച്ച് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യും. ഹെവി മീൽ എടുക്കാൻ പോകണല്ലോ എന്നൊക്കെ അതെ റെഡിയാക്കി വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ വൈകി കഴിയുമ്പോഴത്തേക്കും വയറിന് നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മൾ പറയും വാദം കൂടിയെന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഗ്യാസ് കയറുന്നു എന്നുള്ള എഫക്റ്റ് ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെയ്യും പരിപ്പും കൂട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവാവുന്ന ആ ഒരു ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ ഇത് ആദ്യമേ അങ്ങോട്ട് മാറ്റി റെഡിയാക്കി തരും. ഇത് പലപ്പോഴും സദ്യ കഴിക്കുമ്പോഴും കാണാം അത് കിട്ടണ വരെ നമുക്ക് പരവേശവും ദേഷ്യവും ഇതൊക്കെയാണ്. അത് കഴിച്ചങ്ങ് തുടങ്ങും ഇൻസ്റ്റന്റ്ലി നമ്മള് അത് ഈ ദൈവൂട്ടി കഴിക്കുന്നതിന്റെ കൂടെ ആയിരിക്കും. പിന്നെ ചോറ് ഓഫ് കോഴ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടം മറ്റേ ആ നല്ല തവിടൊക്കെ ഉള്ള നമ്മുടെ നാടൻ അരിയാണ്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ സദ്യയുടെ ഒരു മൊത്തം പ്രസന്റേഷന് ഏറ്റവും യോജിച്ചത് അത് തന്നെയാണ്. പക്ഷെ പലർക്കും പല താല്പര്യങ്ങളാണ്. ചോറിൻ്റെതായ ധാരാളം ഗുണങ്ങളുണ്ടാകും, നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ പറയണം എന്ന് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു കൂന കൂട്ടി ചോറ് സദ്യയോടെ കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഒറിജിനലി ചോറിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഒരു പക്ഷേ ഈ പരിപ്പ് കറി പോലും ഈ ചോറിനേക്കാൾ കൂടുതൽ ഒക്കെ ഒഴിച്ച് കാണാറുണ്ടായിരുന്നു ഒറിജിനലി. അപ്പോൾ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കാർബ് പ്രിഡോമിനന്റ് ഡയറ്റിലേക്കൊക്കെ മാറിയതുകൊണ്ടോ ആൾക്കാർക്ക് കുറെ ചോറ് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഇതായിരിക്കണം ഒരു പക്ഷേ ഈ പറഞ്ഞ ഇതും. പിന്നെ അതിന്റെ കൂടെ കുറച്ച് നമ്മൾ പിന്നെ ഈ ഒത്തിരി കഴിച്ചു പോയി എന്നൊക്കെ തോന്നുന്ന ഒരു ഫീല് വരാൻ ഉള്ളൊരു മെയിൻ റീസൺ പപ്പടം ഉണ്ട്. പപ്പടം പണ്ട് ഉണ്ടായിരുന്നു എനിക്കറിയാം, പക്ഷെ പപ്പടം എനിക്ക് തോന്നുന്നത് ഇത് ഒരു നല്ല ഒരു ഇപ്പൊ ഇതുവരെ ഉള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ച്യൂയി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിന്റെ ഇടയിലേക്ക് ഒരു ക്രഞ്ചി ഫ്രിട്ടർ ലൈക്ക് ഒരു
ഒരു മുറുമുറുപ്പ് വരെ ഒരു പിടിച്ച അങ്ങനെ സൗണ്ട് എഫക്റ്റ് മറ്റേ ഭക്ഷണം കഴിക്കുന്ന കേക്ക് പറഞ്ഞല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം. പക്ഷെ ഇപ്പൊ പപ്പടം വന്ന് ഭയങ്കര ഒരു ബേക്കിംഗ് സോഡയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഉഴുന്നാണ് അവിടെ ഒരു മെയിൻ ഘടകമായിട്ട് വരുന്നത്. അത് ഈ ഉഴുന്ന് ഒറിജിനലി ഹെവി ആണെങ്കിൽ അത് ഈ ഫ്രൈ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ലൈറ്റ് ആണ്, കഴിക്കാൻ നല്ലതാണ്. അപ്പൊ നല്ല പപ്പടം കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഫീല് കൂട്ടാൻ എന്തായാലും നമുക്ക് വേണം. ഇത് നമ്മുടെ മെയിൻ കോഴ്സ് ഒരുവിധം കവർ ആയതാണല്ലേ ശരിക്കും. സാമ്പാർ സാമ്പാർ നമ്മുടെ ലഗേജ്. സാമ്പാർ ആക്ച്വലി ഈ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തതിന്റെ കഷ്ണങ്ങളാണ്. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ സന്തോഷം എന്നുള്ള പോലെയാണ്. സാമ്പാറിനും ഈ പറഞ്ഞ പോലെ നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള സാധനമാണ്. അതിന്റെ ഒപ്പം നല്ല ടാങ്കി ആണല്ലോ. ഇതിനും ഒരു ഒറിജിനൽ സ്റ്റോറി ഒക്കെ ഉണ്ട്. മറ്റേ പഴയ സംഭാജി റാവുവിനൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട്. ഡോക്ടർ ഒറിജിനൽ സ്റ്റോറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെ പണിയതല്ലേ. ബേസിക്കലി ഇത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു കൾച്ചറൽ പോർട്ട്പോറിയും കൂടിയാണ്. പല നാടുകളിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കിച്ചടി പച്ചടിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ഒറിജിൻ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഇറ്റ്സ് നോട്ട് എക്സ്ക്ലൂസീവ്ലി സൗത്ത് ഇന്ത്യൻ. പല കൾച്ചേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും സദ്യയിലുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറൽ റിച്ച്നെസ്സും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. സാമ്പാർ, പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം എനിക്കൊന്ന് കൊണ്ടാട്ടമുളകൊക്കെ വെച്ച് കാണാറുണ്ട്. അതൊന്നും പക്ഷേ ഈയിടയ്ക്കൊരു സദ്യ കൂടി സോയാ ചങ്ക്സ് വരെ വറുത്ത്. സോയാ ചങ്ക്സ് അല്ല, ഇത് നമുക്ക് അങ്ങനെ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ ഇതേ പാടുള്ളൂ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റണം. അത് അങ്ങനെ തന്നെയാ പറയുന്നതും, ഇഷ്ടമിഷ്ടായി സഹസ്നീയ. അപ്പൊ ഈ ആരുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മ്യൂണൽ ഡൈനിങ് ആണ് സദ്യ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് മാനസികമായിട്ട് അത്ര താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ഫുഡാണെങ്കിലും അത് ഇവൻച്വലി അത് എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് വേണം കഴിക്കാൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അനിന്ദനം അബ്രുവൻ, അതായത് ഒരു പോയിന്റിലും നമ്മൾ ഫുഡിനെ നിന്ദിച്ചുകൂടാ എന്ന് പറയാം. അതാ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഡെക്കോറം ഉണ്ട്, അത് കീപ്പ് ചെയ്ത് കഴിക്കണം. ആൻഡ് കോൺട്രഡിക്റ്റിംഗ് ടു ദ റീസെന്റ് പ്രാക്ടീസ് നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. പണ്ടേ നമുക്കറിയാലോ, വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം കിട്ടും. അപ്പോൾ അബ്രുവൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാതെ ഇരുന്ന് കഴിക്കണം. അപ്പൊ ഇഷ്ടമുള്ളവരുടെ കൂടെ സ്വാഭാവികമായിട്ട് നമ്മൾ സദ്യക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഐഡിയലി സംസാരിക്കാതെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിക്കാനാണ് പറയുന്നത്. പിന്നെ മൂവിങ് ഓൺ, രസമുണ്ട്. രസമല്ല, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ രസം ചെയ്യുന്നതെന്നും ആ പേര് പറഞ്ഞ പോലെ അതൊരു എസെൻസ് ആണ്. നമുക്കൊരു സൂപ്പിനോടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഈ മുളക് തൊണ്ണി എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്, അതിനോടൊക്കെ സമാനമാണ്. അപ്പോൾ അതൊക്കെ സ്പൈസ് അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയൊരു വാഷ് ഡൗൺ ക്ലെൻസിങ് എഫക്റ്റും അഗ്നിയെ കിൻഡിൽ ചെയ്യുന്ന എഫക്റ്റ് ഒക്കെ ഉള്ള രസം കഴിച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് ചെയ്യുന്ന സാധനങ്ങളും കൂടിയാണ്. പായസം അല്ലേ? പായസവും ഈ പറഞ്ഞ പോലെ അല്ലേ? ഏതാ ഇഷ്ടം? ശർക്കരയാണോ? എനിക്കും അതെ, എനിക്ക് രണ്ടും ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷെ ഇപ്പോൾ കഴിക്കൽ തീരെ കുറഞ്ഞു. ഈ ശർക്കര പായസം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജാഗറി കുറച്ച് ഹെവി ആണ്. ശർക്കര ഗുരുവായിട്ടുള്ള സാധനമാണ്. അത് കഫത്തെ വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. അപ്പം ഈ പായസത്തിൻ്റെ ക്വാണ്ടിറ്റി ഈ പറഞ്ഞ നമ്മുടെ സദ്യ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഫീൽ ചെയ്യണമെന്നുള്ളതിന് ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ഓഫ് കോഴ്സ് ഈ മധുരരസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുന്ന സാധനമാണ്. നമുക്ക് ഈ പറഞ്ഞ പെട്ടെന്ന് അഡിക്ഷൻ ആവാനും നമുക്കൊരു നല്ലൊരു ഫുഡ് കഴിച്ചു എന്നൊക്കെ തോന്നാനും ഈ മധുരരസത്തിനൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ പല കേറ്ററേഴ്സും ഇപ്പോൾ എല്ലാ ഡിഷിലും കുറച്ച് മധുരം ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്തോ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഈ പറഞ്ഞ ആൾക്കാർക്ക് അതെനിക്ക് നമുക്ക് ഫീൽ ചെയ്യാം ചിലപ്പോൾ സദ്യകളിൽ. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല, ഒരു മധുരം ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഫീല്. അപ്പോൾ അതിൻ്റെ രാജാവാണ് ഇരിക്കുന്ന പായസങ്ങൾ. പായസം പക്ഷേ ക്വാണ്ടിറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു നമ്മള് ഇപ്പം ചോറിന്റെ ഒക്കെ അളവ് പറയുന്ന പോലെ തന്നെ പായസം നമ്മൾക്ക് ആ തൃപ്തി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ. അപ്പം നമ്മള് എന്താ പറയാ, ആ തൃപ്തിയിൽ നിന്നും അധികമാവുന്ന രീതിയിൽ ഇപ്പൊ സാധാരണ കേസിൽ ഇപ്പൊ നമ്മൾ വിളമ്പി വരുമ്പോഴത്തേക്കും ഒരു തവിയൊക്കെ നിറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഇല നിറയും. അപ്പം ചിലത് വരില്ല, നമ്മൾ രണ്ടാം തവി ഒഴിക്കുമ്പോൾ മിക്കവാറും ഇലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കണക്ക്
നമ്മൾ എടുത്തുകൊണ്ട് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിന് ആക്ച്വലി ഇല നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ടല്ലേ, ഒരു മോഡറേഷൻ കീപ്പ് ചെയ്യാൻ. അതായത് ഇപ്പൊ ഈ ഗ്ലാസ്സിലെ പായസം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ഫ്ലാറ്റ് സർഫസിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചാലും കുറെ ഉള്ള പോലെ തോന്നുകയും ചെയ്യും. ഈ പറഞ്ഞ തൃപ്തിയും കിട്ടും, എന്നാൽ ക്വാണ്ടിറ്റി അതൊരു നല്ലൊരു തോട്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേസ്റ്റിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പഴവും പപ്പടവും പായസവും ഇത് ശരിക്കും ഒറിജിനലി ഉള്ളതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടവും പഴവും മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. കാരണം അത് ഈ പറഞ്ഞ നമ്മൾക്ക് കൂടുതൽ കഴിക്കാനും ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. അത് തന്നെ ഒരു ഷുഗർ ഓവർലോഡാണ് വരുന്നത്. പിന്നെ പലപ്പോഴും വേറൊരു ട്രെൻഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിച്ചു, ഫിൽഡായി, സ്റ്റഫ്ഡായി, കുറച്ച് അച്ചാർ കൂടി തട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി കയറും. പായസം കുച്ചാന്നല്ലേ പറഞ്ഞത്. കുറച്ചും കൂടി അടിച്ച് കയറ്റാനുള്ളൊരു ഉപാധിയാണ് ഇപ്പോൾ കുറച്ച് അച്ചാറും കൂടി ചേർത്ത് കഴിക്കുക എന്നുള്ളത്. പക്ഷേ അതൊക്കെയാണ് ഈ പറഞ്ഞ ഈ സദ്യനെ ഈ ഹെൽത്തി സ്പെക്ട്രത്തിൽ നിന്ന് പയ്യെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാൻ ഒരു റീസൺ. അപ്പോൾ ഇത് ശരിക്കും നല്ല സാൻഡ്വിച്ച് ആണ്. ഈ പറഞ്ഞ മധുരരസത്തിന്റെ ഒരു ബിഗിനിങ്, ഈ പറഞ്ഞ ന്യൂട്രീഷണൽ ഒപ്റ്റിമൈസേഷൻ, 6 രസങ്ങളെ നിറച്ചുകൊണ്ട് 6 രസങ്ങളെ നിറച്ച് ഇപ്പറേ കൊണ്ടുവന്നു. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല അല്ലേ, അവിടെ അടുത്ത സെറ്റ് വരികയാണ്. നമ്മൾ പറയുന്നത് അവസാനം ഒരിത്തിരി ചോറ് എടുത്തിട്ട് മോര് കൂട്ടി കഴിച്ച് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതും തൈരല്ല, മോര് തന്നെ കഴിക്കാനാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു രണ്ടാമത് വിളമ്പും. ഇപ്പൊ നമ്മള് പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ചോറ് വരലുണ്ട്. പലപ്പോഴും പലർക്കും അതിന്റെ റീസൺ എന്താണെന്ന് അറിയണ്ടാവില്ല. അതായത് ഇപ്പൊ ചോറ് ആദ്യം വിളമ്പില്ല, പിന്നെ എന്തിനാ ഇവര് രണ്ടാമത് വരുന്നത്. ചിലർ ഈവൻ എണീറ്റ് പോകാറായില്ലെന്ന് ചോദിക്കുന്നത്. പിന്നെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരിങ്ങനെ നമ്മൾ കഴിച്ചൊരു 3/4 ഒക്കെ ആവുമ്പോ കുറച്ച് ബാക്കി വെക്കും. ഇത് കഴിഞ്ഞിട്ട് പായസത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ മോര് അത് കുറച്ച് മാറ്റി വെക്കും, ഈ പറഞ്ഞ പോലെ മോര് കൂട്ടാനുള്ള രീതിയിൽ. അങ്ങനെ മോര് കൂട്ടി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. മോര് ആക്ച്വലി ഒരു ഭയങ്കര സൂപ്പർ സാധനമാണ്. അത് തക്രം ലഘു കഷായാമ്ലം ദീപനം കഫവാതജിത്ത് എന്ന് പറയാം. അതായത് വളരെ ലൈറ്റാണ്. ഈ തൈര് ആൾക്കാർ പൊതുവെ വിചാരിക്കുന്നത് ഭയങ്കര കൂളിംഗ് ആണെന്നാണ്. പക്ഷെ ആക്ച്വലി അല്ല. അത് ഈ വിഭാഗം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് വായിൽ തോന്നുന്ന ടേസ്റ്റോ ഫീലിങ്ങോ അല്ല, ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം വരുന്നത്. അപ്പോൾ ഡൈജഷൻ കഴിഞ്ഞാൽ തൈര് ആക്ച്വലി ഭയങ്കര ഹീറ്റിംഗ് ആവുകയാണ് ചെയ്യുക. പക്ഷെ ബട്ടർ മിൽക്ക് ഓൺ ദ അതർ ഹാൻഡ് ലൈറ്റാണ്. ഈ കഫവും വാദവും കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അഗ്നി ദീപനമാണ്. അപ്പോൾ ആ മോരിന്റെ എല്ലാ ബെനിഫിറ്റും നമ്മൾ ഈ രണ്ടാമത്തെ സെഗ്മെന്റ്. അപ്പൊ ഇൻ കേസ് ഈ നമ്മൾ ഈ കച്ചേരിയൊക്കെ നടത്തുമ്പോൾ മധ്യഭാവതിയിൽ പാടി അവസാനിപ്പിക്കണം എന്ന് പറയാം. അതായത് ഇതേവരെ പാടിയ സാധനങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം എന്നും കൂടി പറയുന്നത്. അതേപോലെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ ഡൈജസ്റ്റീവ് ഫയറിനോട് പറയുകയാണ്, ഇച്ചിരി എങ്ങാനും ക്വാണ്ടിറ്റി കൂടിപ്പോണ്ടെങ്കിൽ ഈ മോര് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്ന് ദഹിപ്പിച്ചേക്കണേ എന്നുള്ളൊരു മെസ്സേജ് പറഞ്ഞ്. പിന്നെ അവസാനം നമ്മൾ വെള്ളം കുടിക്കുന്നതിലും ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് പറയുന്നത് ചുക്കുവെള്ളം, കൂടുതലും ചുക്കുവെള്ളമായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും സ്ഥലത്ത് പതിമുഖം അല്ലെങ്കിൽ എന്തെങ്കിലും തിളപ്പിച്ച വെള്ളങ്ങളായിരിക്കും. അപ്പം ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എല്ലാവർക്കും അതാണ് അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അവിടെ എന്താ പറ്റുന്ന വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് നിറച്ച് വെച്ചേക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തണുത്തുവെള്ളം കൊടുക്കുമ്പോൾ അതവിടെ അതെ സീൽ ചെയ്ത് വെച്ചേക്കണ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ ചൂടുവെള്ളം കൊടുക്കുന്നതും ഉണ്ട്. നമ്മളിപ്പോ പായസമൊക്കെ കുടിച്ച് ഇത്തിരി അധികമായി പോയാലും ഈ മോര് ചെന്നു അതിനുശേഷം ചൂടുവെള്ളം കൂടെ ആകുമ്പോൾ അത് ബാലൻസ് ആയിട്ട് ദഹിക്കാനുള്ളതിനെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഫ്ലിപ്പ് സൈഡാണ് ആദ്യം തന്നെ കുറെ വെള്ളം എടുത്ത് കുടിക്കുന്നത്. അതായത് ആ ഡൈജഷന് ഓവറോൾ തീ വെള്ളം ഒഴിച്ച് അണയ്ക്കുന്ന പോലത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഇത് സത്യം പറഞ്ഞാൽ ഈ പല കാര്യങ്ങളും ക്യുമുലേറ്റീവ് ആണ്. അതായത് നമ്മൾ ഒരു തവണ ഫുഡ് കഴിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം നമുക്ക് അനുഭവപ്പെട്ടു എന്നല്ല, വളരെ ചെറിയ ചേഞ്ചസ് ആ ബോഡിയിൽ ഉണ്ടാക്കുക. അത് ലോങ് ടേമിൽ മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ സദ്യ നമ്മൾ ഓവറോൾ ഒന്ന് കവർ ചെയ്തല്ലേ. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ മതിയാക്കരുത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് ചോറ് നമ്മൾ പറയുന്നത് കുറച്ചെടുത്താൽ മതി, കറികൾ കൂട്ടി കഴിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം തൊട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് വിളമ്പിയിട്ടാണ് ക്വാണ്ടിറ്റി കൂടിക്കൂടി വരുന്നത്. അപ്പൊ അതെല്ലാം ആവശ്യത്തിനാണ് വിളമ്പി വരത്തുള്ളൂ. ചോറും അതേപോലെ നമ്മുടെ ആവശ്യത്തിനാണ് വന്ന് വിളമ്പുന്നത്. അപ്പം അതിന് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റി പറയാം. ഈ നമുക്ക് നേരത്തെ ഫാമിലിയിലൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അമ്മാവൻ വരുമ്പോൾ
വരുമ്പോഴത്തേക്കും കുട്ടികള് ഭക്ഷണം എല്ലാവരും മതിയാക്കുമല്ലോ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള കറികൾ മാത്രമേ അവർ കൂട്ടത്തുള്ളൂ. അപ്പൊ ഈ ബാലൻസ് വരത്തില്ലല്ലോ. നമുക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ അന്ന് നമ്മളോട് ചെറുപ്പത്തിൽ പറയും ഇല ഫുൾ വൃത്തിയാക്കുന്ന ആൾക്ക് 100 രൂപ വെച്ചിട്ട് വരും. അപ്പൊ അന്ന് കോമ്പറ്റീഷനാ ഇത്. അപ്പൊ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് മിതമായിട്ട് തന്നെ എടുത്തിട്ട് വയറ് നിറച്ച് കഴിക്കുന്നതാണ് ഒരു സദ്യയുടെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ ഈ പറഞ്ഞത്. നമ്മൾ തുടങ്ങിയത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഗ്രെയിൻഡ് ആണ്. ഇപ്പോൾ സദ്യ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാണ് ഒരു ഡെയിലി മാറ്ററായി. പണ്ടൊരു ഓണത്തിന് മാത്രം അല്ലെങ്കിൽ ആണ്ടിലൊരിക്കലും വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാവാഗന്റ് ബാങ്കറ്റ് ആണ് സദ്യ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സദ്യ ഉണ്ടാക്കാം. അങ്ങനത്തെ പ്രോസ്പെരിറ്റി ആയി, അങ്ങനത്തെ അവൈലബിലിറ്റി ആയി സാധനങ്ങളുടെ. ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ എക്കണോമിയുടെ പാർട്ടായിട്ടും ഒക്കെ എന്ത് സാധനവും എപ്പോൾ വേണമെങ്കിലും കിട്ടാന്നുള്ളതാണ് ഏത് നാട്ടിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് വാല്യൂ ഉണ്ട്, റെലവൻസ് ഉണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇറ്റ്സ് എ കോൾ ബാക്ക് ടു ട്രഡീഷൻ. അത് അതിൻ്റെ ആ സദ്യ കഴിക്കുന്നത് ഓസം. ഈ പറഞ്ഞ ആ ഫീല്, ഈ പറഞ്ഞ ഓണം മൂഡ് അതൊക്കെ ഉണ്ടെങ്കിലും അത് അറിഞ്ഞു കഴിക്കുക, സദ്യ എന്താണെന്ന് അറിഞ്ഞു കഴിക്കുന്നതിലൊരു വേറെ അനുഭൂതി തന്നെയല്ലേ. അപ്പോൾ അതൊരു പക്ഷേ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. ക്വാണ്ടിറ്റിയും ഈ പറഞ്ഞ ആയുർവേദത്തിലൊക്കെ അതിന് കുറേ റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മുടെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. എനിക്ക് എത്ര മാക്സിമം കഴിക്കാൻ പറ്റുന്നുള്ളത് അതിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് എൻ്റെ വയറിൽ ഇത്രയാണ് കപ്പാസിറ്റി എങ്കിൽ അതിൻ്റെ ഹാഫാണ് ഞാൻ സോളിഡ് ഫുഡ്സിന് യൂസ് ചെയ്യേണ്ടത്. 1/4 ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഒരു 1/4 ഒഴിച്ചിടാനാണ് പറയുന്നത്. ആശയം പവനാധീനം ചതുർത്ഥാം അവശേഷിയത്. ആ ഒരു 1/4 കാരണം ഈ ഡൈജഷൻ്റെ പാർട്ടായിട്ട് കുറേ ഗ്യാസുകൾ ഫോം ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ മൂക്കുമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ ഫണ്ടസിലാണ് കുറച്ച് അടിയുക. പക്ഷെ അത് പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്ക് ഈ മനം പുരട്ടലും ഇവൻ ഛർദ്ദിക്കാനും അങ്ങനെ പല ആ സദ്യയുടെ ഗുഡ് ഫീല് എടുത്ത് കളയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സദ്യ എന്താണെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ I think it would be a great experience. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആ ഒരു സാധനം കിട്ടുന്നു. അപ്പൊ നമ്മള് തുടങ്ങല്ലേ, ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. So let's have a fantastic Onam.